ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ള തുടിച്ചുയരുന്നേ. എൻ ദൈവമേ, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ മാർവിലോട്ട് അണയുക. ഇപ്പം നമ്മുടെ മാറ് ഒത്തിരി പേരെ അണയ്ക്കാൻ കുറച്ചുകൂടെ വിശാലമാവും. നമ്മുടെ ഇടുക്കമെല്ലാം മാറണം. ആ മാർവിൽ അണഞ്ഞേച്ചാൽ മതി. കർത്താവ് എനിക്ക് തന്ന ഒരു പാട്ടുണ്ട്. സ്തോത്രം. യോഹന്നാൻ ചാരിയ തിരുമാർവിൽ ഞാനും ചാരട്ടൻ യേശുദേവ. നീന ഇന്നലെ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ നേരത്ത് അതിങ്ങനെ പാടുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ലൈനൂടെ കിട്ടിയായിരുന്നു. ആ ഒരു ലൈനിൻ്റെ ഒരു ലൈനൂടെ എനിക്ക് വന്നായിരുന്നു. അതായത് ആ മാർവിൽ ചാരിയപ്പോൾ ആ മുറിവുകൾ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് യേശുവിൻ്റെ ഈ മാർവിൽ ചാരിയൽ ആ ഹൃദയസ്പന്ദനം കേട്ട് വേണം ദൈവമക്കളെ ജീവിക്കാൻ. ഞാനും നീനായും കൂടെ ആദ്യം അതിച്ചിട്ടൊന്ന് പാടട്ടെ. യോഹന്നാൻ ചാരിയ തിരുമാർവിൽ ഞാനും ചാരട്ടൻ യേശുദേവ. ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടൻ യേശുദേവ. ഇന്നലെ ഡിസംബർ 31 മീറ്റിങ്ങിൽ ദൈവജനത്തോട് സംസാരിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന വചനം അതായിരുന്നു. അത്താഴത്തിൽ മാറോട് ചാരിയ യോഹന്നാൻ. യോഹന്നാൻ തന്നെ യോഹന്നാനെ കുറിച്ച് പറയുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് പറയാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ തന്നെ കുറിച്ച് തന്നെ പറയുക. നമുക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് പറയാനുള്ള അഹങ്കാരം യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നായിരിക്കണം. പ്രൈസ് ലോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇപ്പോൾ ബഹർണി ശുശ്രൂഷ ചെയ്യുന്ന മനോജ് മോൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് മോൻ എന്നല്ല, എന്നെ വിളിക്കാൻ കാര്യമുണ്ട്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ് കർത്താവിൻ്റെ പൊന്നുമോൻ മനോജ് എന്ന്. അതുകൊണ്ട് ശുശ്രൂഷയുടെ ഇടയിൽ ആ പൊന്നുമോനെ എന്ന് വിളിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുമോൻ. അപ്പം അങ്ങനെ സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, നിങ്ങൾ കർത്താവിൻ്റെ പൊന്നുമോനും പൊന്നുമോളും ഒക്കെയാണ്. സ്തോത്രം. ഇന്നലെയും ശുശ്രൂഷയിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് എൻ്റെ അകത്ത് ഇതിങ്ങനെ മുഴങ്ങുക. കർത്താവിൻ്റെ മാറിലണയുക, അനേകരെ മാറിലണയ്ക്കുക. കേട്ടോ നീന? കർത്താവിൻ്റെ മാറിലണഞ്ഞോർക്കെ അനേകരെ മാറിലണയ്ക്കാനൊക്കത്തുള്ളൂ. സ്തോത്രം. ആ മാറിടം വലുതാണ്, മുറിവുകളുള്ള മാറിടമാണ്. അവിടെ സ്തോത്രം. ആ മുറിവുകളുള്ള മാറിടത്തിൽ അണഞ്ഞേക്കാമെങ്കിൽ നമുക്ക് പിന്നെ മുറിവൊന്നും നിൽക്കത്തില്ല. അപ്പം അവിടെ അണഞ്ഞാൽ ആ സ്നേഹസ്പന്ദനം കേൾക്കാം. അവിടെ പറയാണ് ക്രൂശ്. ഞങ്ങളുടെ യോഹന്നാൻ ചാരിയ പാട്ടിനകത്ത് ക്രൂശിൽ നിൻ പാണി തുളച്ചവർക്കായി പൊറുക്കണേ എന്നങ്ങു യാചിച്ചോനേ. ക്രൂശിൽ നിൻ പാണി തുളച്ചവർക്കായി ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും എന്ന് പറഞ്ഞാൽ ക്രൂശില് തൻ്റെ കയ്യിൽ ആണി അടിച്ചവരോട് അവരോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ ഹൃദയം എന്നതാ. ആർക്കു വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്നു, ആർക്കു വേണ്ടി നിന്നോ അവർ തന്നെ കൊല്ലുക. അവിടെ അവരോട് ക്ഷമിക്കണേ, അവർക്ക് അറിയാൻ മേലല്ലോ പിതാവേ എന്ന് പറയുന്ന ആ ഹൃദയം എന്നതാ.
അങ്ങനെ ഒരു കഥാപാത്രത്തെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 കഥാകൃത്തുക്കൾ ചേർന്ന് എഴുതിയ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ചെല്ലു പറയുന്നത് തന്നെ യേശുക്രിസ്തു ഒന്നും ചരിത്രപുരുഷനല്ല, ഭൂമി വന്നിട്ടില്ല എന്ന എന്തോ വാദികളാന്ന് എനിക്കറിയത്തില്ല, എന്നാ വാദമാണെന്ന് എനിക്കറിയത്തില്ല, പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യേശു എന്ന കഥാപാത്രത്തെ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്താണ്. ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയ ആളെ ദൈവം എന്ന് വിളിക്കണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരാളെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അതും അന്നത്തെ കാലത്ത് പാപം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ കാലത്ത് അതിഭീകരമായ മതനിയമങ്ങൾ പ്രിവെയിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആ നിയമം നിലനിൽക്കുമ്പോൾ അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്ക പോയി മുട്ടുകുത്തി അവിടുത്തെ പരീശന്മാരും അവിടുത്തെ ഭയങ്കരന്മാരെല്ലാം ഉള്ളവർ വന്ന് നിങ്ങളിൽ പാപമില്ലാത്തവനിവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? കുരിശിൽ പാണികൾ, പാണി എന്ന് പറഞ്ഞ കൈയെന്നാണ്, തുളയ്ക്കുന്നവർക്ക് വേണ്ടി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് സൃഷ്ടിക്കാൻ ആർക്ക് പറ്റും? പറ്റില്ല. ആര് സൃഷ്ടിച്ചാലും അവൻ സൃഷ്ടിതാവാണ്. സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ യേശുക്രിസ്തു ക്രൂശിൽ നിൻ പാണി തുളച്ചവർക്കാ പൊറുക്കണയെന്നങ്ങു യാചിച്ചോനേ, ക്രൂശിൽ നിൻ പാണി തുളച്ചവർക്കാ പൊറുക്കണയെന്നങ്ങു യാചിച്ചോനേ, ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടെ യേശുദേവാ, ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടെ യേശുദേവാ, യോഹന്ന ചാരിയ തിരുമാർവിൽ ഞാനും ചാരട്ടൻ യേശുദേവാ, ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടെ യേശുദേവാ, മരുഭൂമിയിൽ വിശന്ന മനസ്സലിഞ്ഞവർക്കു നീയപ്പമേകി, ഓ മരുഭൂമിയിൽ വിശന്നായിരങ്ങൾ മനസ്സലിഞ്ഞവർക്കു നീ അപ്പമേകി, ആഹൃത്തിൻ സ്നേഹത്തിൻ മനസ്സലിവാ എന്നെയും നിറയ്ക്ക യേശുദേവാ, ആഹൃത്തിൻ സ്നേഹത്തിൻ മനസ്സലിവാ എന്നെയും നിറയ്ക്ക യേശുദേവാ, യോഹന്നാൻ ചാരിയ തിരുമാർവിൽ ഞാനും ചാരട്ടൻ യേശുദേവാ, യോഹന്നാൻ ചാരിയ തിരുമാർവിൽ ചാരട്ടൻ യേശുദേവാ, ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടെ യേശുദേവാ, ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടെ യേശുദേവാ. ഒന്ന് പ്രാർത്ഥിച്ചേ നീന. ഹല്ലേലൂയ, സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ, ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ ഇരിപ്പാൻ തന്ന, അങ്ങയുടെ മാർവിൽ ചാരി ഇരിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ ആ മാർവിൽ ചാരി ഇരിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ അതിനുള്ള കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, അവരുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഏകാന്തതകൾ ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ ആരോടും പറയാൻ പറ്റാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ മനഭാരങ്ങൾ, ഹല്ലേലൂയ കർത്താവെ ആ മാർവിൽ ചാരി അങ്ങയോട് പറയുമ്പോൾ ഒരു നല്ല പിതാവായി, നല്ലൊരു മാതാ
മാതാവായി, ഹാലലി നല്ല സഹോദരനായി, നല്ല കാന്തനായി കർത്താവെ ആ മാറിൽ ചാരുമ്പോൾ ഹാലലൂയ ഹാലലൂയ മനപ്രയാസങ്ങൾ മാറുന്ന അനുഭവങ്ങൾ കർത്താവെ ഓരോരുത്തരും അനുഭവിക്കട്ടെ. കർത്താവെ ആ യോഹന്നാൻ ചാരിയതുപോലെ അങ്ങയുടെ മാറിൽ ചാരി ഈ വർഷം, പുതിയ വർഷം കർത്താവെ ഹാലലിയ ഞങ്ങൾക്ക് തരുന്ന ആയുസ് അങ്ങയുടെ മാറിൽ ചാരി ഇരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കേൾക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള കൃപ കൊടുക്കണമേ. ഹാലലൂയ സ്തോത്രം കർത്താവെ. ഇന്ന് പറയുന്ന വചനം അടിയങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി നന്ദി. കേൾക്കുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമാകുന്നതിനായി നന്ദി കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ചിറകടിയിലേക്ക് 2025 ആദ്യത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇവിടം വരെ കർത്താവ് നമ്മളെ നടത്തിയില്ലേ? നമ്മളെ ഓരോരുത്തരെയും നടത്തിയില്ലേ? ഈ കർത്താവിന്റെ ചിറകടിയിൽ എന്ന ഈ ശുശ്രൂഷ കർത്താവായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അതിന് കർത്താവ് ഇടയാക്കിയില്ലേ? കോവിഡ് കാലം മുതൽ നമ്മുടെ ഈ ഡെയിലി 3 ശുശ്രൂഷകൾ നടക്കാൻ കർത്താവ് ഇടയാക്കിയില്ലേ? ഇന്നലെ ഡിസംബർ 31 കഴിഞ്ഞ ദിവസം വൈകിട്ട് മഴയൊക്കെ പെയ്തു. ആ സമയത്ത് അതിന് 2 ദിവസം മുമ്പ് കോട്ടയത്തോട് വരുമ്പോൾ ഭയങ്കര മഴയാണ്. ഒരു തുള്ളി മഴ പെയ്യാതെ കർത്താവിൻ്റെ ചിറകടിയിൽ ഇന്നലത്തെ നെഹ്റു സ്റ്റേഡിയത്തിലെ മീറ്റിങ്ങിനെ കർത്താവ് പൊതിഞ്ഞില്ലേ? നമ്മളെ ഇവിടെ വരെ നടത്തിയില്ലേ? എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം വളരെയധികം കേട്ടിട്ടുള്ളൊരു വചനമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ സകലവും എന്നുള്ളതിന് നല്ല വട്ടമിടുന്നു. സകലവും. അത് അവിടുത്തെ ആ വചനം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും, എല്ലാവർക്കും അല്ല. വാസ്തവത്തിൽ ലോകത്തിലെ 800 കോടി ജനത്തിന് ദൈവം തന്റെ വിളി കൊടുത്തിരിക്കുക. സുവിശേഷം സകല ജാതികൾക്കുള്ള വിളി. വിളി പ്രതികരിച്ചവരായി വിളിക്കപ്പെട്ടവർ. എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഒരു രാജാവ് ഒരു കല്യാണ സദ്യ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു രാജാവ്, യേശു പറഞ്ഞ ഉപമയാണ്, തൻ്റെ കല്യാണത്തിന് വരുവാൻ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ ക്ഷണിച്ചു. പക്ഷെ അവരാരും വന്നില്ല. സമയമായപ്പം ഡേഡിൻ ഷോപ്പ്. ഉടനെ രാജാവിന് ഭയങ്കര കോപം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം എല്ലാം ഒരുങ്ങിയിരിക്കുക. അപ്പൊ അതാണ് വിളിക്കുന്നയാളെല്ലാം ഒരുക്കിയിട്ടേ വിളിക്കത്തു. ബെന്നിന്റെയും കാറിന്റെയും വിവാഹം, അതിന്റെ ഇവന്റ് മാനേജർ യേശുവായിരുന്നു. എന്നാലും കുറെ ടെൻഷൻ അടിച്ച ആളായി ഇരിക്കുന്നു. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കും. പക്ഷേ ഒടുവിൽ ഞങ്ങൾക്കൊരു കാര്യം പിടിവിട്ടി, എല്ലാം സെറ്റായിരുന്നു. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണേലും അത് ഞങ്ങൾ ആദ്യം ഹോളൊന്ന് മാറി. കാരണം ആദ്യത്തെ കോട്ടയത്തെ ആ ഓഡിറ്റോറിയത്തിൽ വന്ന എല്ലാവർക്കും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമോ? അതിനും ഒരു ഹോള് മാറാൻ വരെ പ്രോഫറ്റിലൂടെ ദൈവാത്മാവ് ഞങ്ങളോടൊരു പ്രോഫറ്റിക്ക് തന്നു. അതാ ഭയങ്കരം. ഇവന്റ് മാനേജറാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന കർത്താവിനെ വിളിക്കുന്ന ഇവന്റ് പെടുത്തി ഭയങ്കരല്ലേ? അതുവരെ ഒരു കാര്യം മുമ്പോട്ട് പോയില്ല. ഏറ്റവും ഭയങ്കരം. ഞാൻ എന്നിട്ട് വിജയ കൺവെൻഷൻ സെന്റർ വിളിക്കുമ്പോൾ ആ ഡേറ്റ് ഫ്രീ ആണെന്നുള്ളത് 15 ദിവസത്തിന് മുമ്പേ മാറുക. അപ്പൊ എല്ലാം കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാനിത് പറഞ്ഞത് ആ തോമസ് ഊട്ടി ബ്രദറിന്റെ കാര്യത്തിൽ നിന്ന് എടുക്കരുത് പ്ലീസ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം, ഞാൻ വിളിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ എത്ര പേരെ കല്യാണം വിളിച്ചോ, നമ്മളൊക്കെ എത്ര ഉള്ളൊരു 100 പേരൂടെ വന്നാലും അവർക്ക് കഴിക്കാനുള്ളത് റെഡിയാക്കിയിട്ട് നമ്മൾ കല്യാണം തുടങ്ങത്തുള്ളൂ. നമ്മളാരെങ്കിലും ഏതെങ്കിലും കല്യാണത്തിന് ചെന്നിട്ട് കല്യാണത്തിന് മുമ്പേ അവിടുത്തെ കലവറ ചെന്നിട്ട് ഞങ്ങൾക്കൊക്കെയുള്ള ഭക്ഷണം ഉണ്ടല്ലോ അല്ലേ, ബിരിയാണി ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചേച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാം ഒരാൾ കല്യാണം ഒരുക്കിയാൽ വിളിച്ചാൽ എല്ലാവർക്കും ഉള്ളതുണ്ടെന്ന്. പക്ഷെ ഈ വിളിക്കുന്ന ആള് ഞാനും നിങ്ങളുമാരുമല്ല. കർത്താവിനെ കുറിച്ച് എനിക്കുള്ള സന്തോഷം, കർത്താവിനെ വിളിച്ച കല്യാണത്തിന്, കർത്താവിനെ പറഞ്ഞിട്ട് നിങ്ങളൊരു അത്താഴത്തിനോ മുത്താഴത്തിനോ ക്ഷണിച്ചാൽ പുറകെ പോയിരുന്നാൽ മതി. ക്ഷണിതാവ് വന്ന്
ക്ഷണിച്ച ആള് വന്ന് മുമ്പോട്ട് ഇരുത്തിയാലേ ഇരിക്കാവുള്ളൂ, ചാടിക്കയറിയ കസേരയൊന്നും പിടിക്കരുതെന്നൊക്കെ കർത്താവ് പറഞ്ഞ ഒരു ഭേദഭാവമുണ്ട്. അപ്പൊ ആ കർത്താവ് വിളിച്ചാൽ പുറകെ പോയിരുന്നിട്ടല്ലേ പോവുള്ളൂ. അവിടെ വന്ന് അവിടെ ഭക്ഷണം കഴിച്ച് പോയാൽ പോരെ. അന്നേരം അവിടെ വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ യഹൂദ വിവാഹത്തിലെ ഏറ്റവും നിന്ദ്യമായ കാര്യമാണ്. വീഞ്ഞ് തീർന്നു പോയെടുത്ത് ക്ഷണിക്കപ്പെട്ട താൻ ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇത്രയും ഇന്നും 2000 വർഷമായിട്ടും കാനാവിലെ കല്യാണം മനുഷ്യർ പറയുന്ന ഒരു ഗ്ലോറിയസ് വിവാഹമാണ്. നമ്മുടെ ബെന്നിന്റെയും കാരന്റെയോ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വന്നവർക്കെല്ലാം പറയാൻ ഒന്നേ ഉള്ളൂ. അന്നത്തെ ശുശ്രൂഷയാകട്ടെ, അന്നത്തെ കഴിക്കാനുള്ളതാകട്ടെ, ഞാൻ അവിടെയും ടെൻഷൻ അടിച്ചു. ഞാൻ ചെറിയ ടെൻഷൻ അടിച്ചായിരുന്നു. ചിലൊക്കെ പറഞ്ഞു ബ്രദറിന്റെ മുഖത്തൊരു ചെറിയ ടെൻഷൻ. ഞാൻ എന്റെ തലയിൽ കൂടെ ആണല്ലോ എല്ലാം പോകും. ഞാൻ ആദ്യം ഈ മോനുവിന്റെ കല്യാണം വന്നപ്പോൾ ഒരു കല്യാണക്കുറി എടുത്ത് എന്റെ ടൈം അലോൺ വിത്ത് ഡയറി ഡെയിലി എഴുതുന്ന അതിനകത്തോട്ട് വെച്ച് പറഞ്ഞു, യേശുവേ ആദ്യം കർത്താവിനെ ക്ഷണിക്കുകയാണേ എന്ന് പറഞ്ഞു. അപ്പൊ ക്ഷണിക്കപ്പെട്ടൊരു വിവാഹം. അപ്പൊ ഈ 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു വിവാഹം ഉണ്ടായി. നമ്മുടെ നാട്ടിലാണ് ഈ 3-ാം നാൾ അങ്ങനെ കല്യാണം നടത്തുകയില്ല. ഞായർ, തിങ്കൾ, ചൊവ്വായും വെള്ളിയും മിക്ക ഹോളുകളും അവൈലബിളാണ്. കാരണം എന്നാന്ന് വെച്ചാൽ അന്ന് പിശാചിറങ്ങുന്ന ദിവസം വേണ്ടൊരു ചിന്തയുണ്ട്, വലിയ പ്രശ്നമാണ്. എന്തിന് ഈവൻ വിശ്വാസികൾ പോലും 3-ാം നാൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ കെവിൻ്റെ കല്യാണം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം അങ്ങനെ അതുപോലെ നമുക്ക് ഒത്തിരി പഴയകാലം വേണ്ടാത്ത ബിലീഫ്സ് ഉണ്ട്. ഇപ്പം ഈ വീട് ഇതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു കളയണം എന്ന് ആദ്യം കറക്റ്റായിട്ട് പണിതാണ്. അതിൻ്റെ അങ്ങേയറ്റത്ത് കുറച്ച് 2 മുറിയിരിക്കുന്ന പ്രശ്നം, അത് പൊളിച്ചാൽ മതിയെന്ന്. കാരണം കുഞ്ഞുമറാച്ചായൻ്റെ വീട് അത് ആ വീട്ടിൽ താമസിക്കാൻ കൊള്ളുകയില്ല. 3 തലമുറയിൽ ശാപമായിരുന്നു ആ വീടിൻ്റെയാണ്. പക്ഷെ സുവിശേഷം കിട്ടിക്കഴിഞ്ഞപ്പം കുഞ്ഞുമറാച്ചായൻ പൊളിച്ചടവും കൂടെ പണിത് അതേ കൊണ്ട് വെച്ച് അവിടെ ജീവിച്ചപ്പോൾ 94-ാം വയസ്സിൽ ആ അപ്പോസ്തലൻ പെടും. സ്തോത്രം. ഞങ്ങൾക്കൊക്കെ അനുഗ്രഹമായി ജീവിക്കുന്നു. ഞാൻ പറഞ്ഞ കല്യാണം വിളിച്ച ഞാൻ അതിനെക്കുറിച്ച് കരുതി. അങ്ങനെ ആണെങ്കിൽ യേശു നടത്തുന്ന കല്യാണം രാജ കല്യാണം. അപ്പൊ ഈ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു കല്യാണത്തിനുള്ള വിളിയാണ്. ഞങ്ങളൊക്കെ ദല്ലാളുമാര് മാത്രമല്ല, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിട്ട് ഞങ്ങളിരുന്നുകൊണ്ട് ഈ ടിവിയിലും ഒരു ചെറിയ മുറ്റത്ത് കൺവെൻഷൻ ആയാലും ഒരു ട്രാക്ട് കൊടുക്കുന്നവരൊക്കെ ചെയ്യുന്നതിന് ഇവർ ദല്ലാളുമാരാ ഈ സുവിശേഷം പറയുന്നത്. എന്തുവാ? 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഒരു മണവാളനുണ്ട്, അടിപൊളി ചെറുക്കന വേണോ എന്ന് ലോകത്തോട് ചോദിക്കുകയാണ്. അയ്യോ, എനിക്ക് യേശുവിനെ വേണം എന്ന് പറയുന്നവരാ മണവാട്ടി. കർത്താവിന് ഹൃദയം കൊടുക്കുക, മനസ്സമ്മതം ചെയ്യുക. അതാണ് സ്തോത്രം. എല്ലാ സുവിശേഷകരും ആ കല്യാണം വിളിക്കുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, രാജവിരുന്ന് അടക്കുകയാണ്, നിങ്ങൾ വഴിത്തലയ്ക്കലും ഒക്കെ പോയി വരേണ്ടവര് വന്നില്ല. യഹൂദന്മാരെ ഉദ്ദേശിച്ചൂടാ പറഞ്ഞു. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവര് തള്ളിക്കളഞ്ഞു. അപ്പം എല്ലായിടത്തോട്ടും പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വേലിക്കരികെ കടന്നവരും എന്റെ ഭാഷയെ പറഞ്ഞ കലിങ്കയിലിരുന്നവരും എല്ലാം പോയി രാജ വിളംബരം നടക്കുകയാണ്. വിരുന്ന് നടക്കുന്നു, രാജകൊട്ടാരത്തിലേക്ക് വരാം. ആരെങ്കിലും വിശ്വസിക്കുക? സ്തോത്രം. ടു ഗുഡ് ടു ബിലീവ് എന്ന് പറയും. വിശ്വസിക്കാൻ പറ്റാത്തവണ്ണം നന്മയുള്ള ഒരു കാര്യം. നമ്മളോട് പറയുകയാണ്, കോട്ടയത്ത് പട്ടണത്തിൽ ഇപ്പം ചെന്നാൽ 1 ചാക്ക് സ്വർണം വീതം ചെല്ലുന്നവർക്കെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ തനിക്ക് ഭ്രാന്താ കൂടുന്നു. അതിനേക്കാൾ വലിയ കാര്യമായി സുവിശേഷകർ അത് വഴിയരികിൽ നിന്ന് സുവിശേഷം പറയുന്നവരടക്കം എന്താ? സ്വർണ്ണ തെരുവീതികളുള്ള ആ നിത്യ കൊട്ടാരം നിങ്ങളുടേതായി മാറും. വരുവീൻ 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 വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നേശു വിളിച്ചിടുന്നു. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, ഓ യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ
കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. നമ്മുടെ ദിനകരണങ്ങൾ നല്ലൊരു ദല്ലാളായിരുന്നു. ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ പോയി ഇങ്ങനെ പാടി യേശു അഴകിറാർ, യേശു അഴകിറാർ. ലോകം മുഴുവൻ യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, മഹാവിവാഹത്തിന് ക്ഷണിക്കുന്നു. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ല താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. ഓ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ല. താൻ രുചിച്ചറിയിൽ. അതാണ് വരൂ വരൂ വരൂ, കൊട്ടാരത്തിൽ വിരുന്ന് നടക്കുന്നു. ഞാന് അന്നത്തെ ഒരു പ്ലേറ്റിന് വില ഇട്ടിരിക്കുന്ന ഒരു 1,00,000 രൂപ രാജാവ് നടത്തുന്നതല്ലേ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചേക്കാം, നല്ലതായിരിക്കും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ല താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ കൃപകൾ ഒഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ ഒഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ. ഈ ജനുവരി 1-ന് 2025 ജനുവരി 1-ന് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വേദഭാഗത്തേക്ക് പോകാവേ. ഇന്ന് സ്തോത്രം കർത്താവ് ഇന്ന് ആദ്യമായിട്ട് കയറി വരുമ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നവർ പൊന്നമ്മ ഹരിദാസ് സിസ്റ്റർ, പ്രൈസ് ലോർഡ്, റോബിൻ വർഗീസ്, ആമേൻ, ഹല്ലേലൂയ. വന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പ്രത്യേകം വന്ദനം. നിങ്ങൾ എത്ര ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അണ്ടർ ദ വിങ്സിൽ കാണുന്ന പേരുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായി മാറ്റി. റിച്ചൽ സുമിക്കാൽ, ചില പേരുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സ്തോത്രം. നിങ്ങളോട് കൂടിയാണ് അണ്ടർ ദ വിങ്സ് നടത്തുന്നത്. ഞങ്ങൾ തന്നെയല്ല, നമുക്കൊന്നിച്ച് അണ്ടർ ദ വിങ്സിൽ പോകാം. ലത ഫിലിപ്പോസ്, വിജയൻ തോന്നല്ലൂർ, റിബേക്ക രാജു, നാനോ സിറാമിക് റൂഫിംഗ് ടൈൽസ്, ബാബു ചാക്കോ, ജോജി ജോസഫ്, മുഹമ്മദ്, ജെറമിയ, റേച്ചൽ ജോസ്, വിജയശ്രീ, വിജയൻ തോന്നല്ലൂർ, കെ നിർമ്മല, അങ്ങനെ സൈമണം, ഷാജി ഷൈൻ, ഷാലറ്റ് തോമസ്, ജെയിംസ് കുട്ടി, അന്നമ്മ, ഡെയ്സി സേവ്യർ, അങ്ങനെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്കേവർക്കും വന്ദനം. അതുപോലെ ഫേസ്ബുക്കിൽ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. ഇന്ന് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ആദ്യം വന്നത് റോബിൻ മാളിയക്കൽ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. ഉത്സാഹത്തിന് കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ റോബിൻ ബ്രദറെ. പിന്നീട് ശോശാമ തോമസ്, ലീബ, അനി, ഗിരീഷ് കുമാർ, ലില്ലി, റജി, അവരാണ് ആദ്യത്തെ 5 പേര്. യൂട്യൂബിൽ റോബിൻ പി വർഗീസ്, രണ്ടും ഒരേ റോബിനാണോ? പുഷ്പ സുനിൽ, ജാസ്മിൻ ജോളി, ബിജു ജോർജ്, ഷീല ടി ആർ. നിങ്ങളുടെ ഉത്സാഹത്തെ കർത്താവ് ധാരാളമായി മാനിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി നന്മകളാൽ നിറയ്ക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജാനുവരി 1, 2025 ബുധൻ
ഹെവൻലി ഫീസ്റ്റ് ചർച്ച് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ എൻ്റെ സഹോദരന്മാരെ സജി ബ്രദറിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ അലൻ ബ്രദറിൻ്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഹെവൻലി ഫീസ്റ്റ് ചർച്ചിലെ എല്ലാ സഹോദരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങൾ കർത്താവിൻ്റെ വേലയിലേക്ക് കൊടുത്തത്, കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തത്, നിങ്ങളുടെ തലമുറയുടെ പേരിൽ കർത്താവ് കണക്കിടും. എത്രയോ പേരാണ് ഈ ഒരു ശുശ്രൂഷ വഴി വിടുതലാകും. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. 2 ലിൻസി എബ്രഹാം ആൻഡ് ഫാമിലി, പുറമറ്റം, പത്തനംതിട്ട. പുറമറ്റത്തു നിന്ന് ലിൻസി എബ്രഹാം ആൻഡ് ഫാമിലി, നിങ്ങളെയും പ്രത്യേകം വന്ദനം പറയുന്നു. നിങ്ങൾ കൂടെ ചേർന്നാണല്ലോ ഈ ശുശ്രൂഷ ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. കർത്താവെ, ഹെവൻലി ഫീസ്റ്റ് ചർച്ച് സൗദി അറേബ്യയിലെ ദൈവമക്കളെയും, അതുപോലെ കർത്താവെ സ്തോത്രം, കുമ്പനാടിനടുത്ത പുറമറ്റത്ത് ആ ഫാമിലി, ലിൻസി എബ്രഹാം ആൻഡ് ഫാമിലി, ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായി അവർ കൈ തുറന്ന് നൽകിയിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ആർക്കും കടക്കാറില്ല. 100 മടങ്ങായി ആ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് പകർന്നു നൽകുന്ന ദയക്കായി സ്തോത്രം. അവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ഇന്നലെ കേട്ട പോലെ ഇയർ ഓഫ് അബണ്ടൻസ്, അവരുടെ ജീവിതത്തിൽ വലിയ അബണ്ടന്റ് സമൃദ്ധിയുടെ വലിയ വിശാല സമൃദ്ധി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം ആണ് നമ്മൾ വായിക്കുന്നത്. അതാണ് രാജാവ് ഒരുക്കിയ വിരുന്നാണ്, രാജകീയ വിരുന്ന്. ആ വിരുന്നിന് ക്ഷണിക്കുകയാണ്. അതാണ് സുവിശേഷം. അതെ ഞങ്ങൾ പാടിയ പോലെ നമ്മൾ ജനകരണങ്ങളൊക്കെ പാടിയത്, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ വളരെ പരിചിതമായ വചനമാ റോമർ 8:28. അത് ഞാനൊന്ന് വായിച്ച, എന്നിട്ട് അനീന വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാവുന്നുള്ള സകലവും. റോമർ 8:28 നീന അടുത്ത് വായിക്കുന്നെങ്കിൽ വായിച്ചു. സ്തോത്രം. എന്നിട്ട് ഇവിടെ കൂടെ വായിക്കാം, ഇവിടെ മറിക്കരുത്. റോമാലേഖനം 8:28 ആദ്യം വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ദൂത ഇന്ന് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയെല്ലാമാണ്. സകലതും. നമ്മുടെ ആ ബൈബിളിൽ ആ സകലതും എന്നുള്ളിടത്ത് നല്ലപോലെ ഒരു വട്ടമിട്ട്, സകലതും എന്ന് പറഞ്ഞാൽ സകലതും. അതെന്തുകൊണ്ടാണ്? എല്ലാവർക്കും അല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നമ്മൾ വല്ലതും ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നമ്മൾ അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചുകൊണ്ട് നമ്മളങ്ങ് സ്നേഹിച്ചു പോയതാണ്. ഇന്നലെ രാത്രിയില് ഡിസംബർ 31 മീറ്റിംഗിൽ കർത്താവ് എനിക്ക് തന്ന സന്ദേശം അതായിരുന്നു. യോഹന്നാൻ കർത്താവിന്റെ മാർവിൽ ചാരി. പക്ഷെ ഈ മാർവിൽ ചാരി യോഹന്നാൻ, അതെല്ലാം കൂടെ പറയാൻ ഇന്നലെ സമയം കിട്ടിയില്ല. മാർവിൽ ചാരി മണിക്കൂറുകൾ കഴിഞ്ഞപ്പം ഗതസമനായി ഓടിയ കൂട്ടത്തിൽ യോഹന്നാനുണ്ട്. യോഹന്നാൻ സ്പീഡ് കൂടുതൽ. കാരണം കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റെന്ന് കേട്ട് പത്രോസ് യോഹന്നാനും കൂടെ ഒന്നിച്ചോടിയിട്ട് ഈ യോഹന്നാൻ തന്നെ ഓടി ആദ്യമായിട്ട് ഓട്ടത്തിൽ കൂടുതൽ നല്ലപോലെ ഓടാൻ അറിയാവുന്ന യോഹന്നാന്. അപ്പൊ പത്രോസ് തള്ളി പറഞ്ഞെന്നൊക്കെ നമ്മളെല്ലാവരും പറയും. പക്ഷേ യോഹന്നാനും തള്ളി പറഞ്ഞ മാർവിൽ ചാരിയ ആളാണ്. കർത്താവ് ഏറ്റവും സ്നേഹിച്ച ആളാണ്. എവിടെ പോയാലും പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും 12 ശിഷ്യന്മാരെ കൊണ്ടുവന്ന കൂട്ടത്തിലൊരു ഇന്നർ കർത്താവിന്റെ കോറായിരുന്നു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 3. അപ്പൊ യോഹന്നാൻ ചുക്കിയേരാത്ത കഷായില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ ഏത് പദ്ധതിക്ക് യോഹന്നാൻ കൂടെയുണ്ട്. തന്നെയല്ല, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേരായിരുന്നെന്നാ പറയുന്നത്. സബദി മക്കളായ യാക്കോബ്, യോഹന്നാൻ.
യോഹന്നാൻ കർത്താവിന്റെ പൊന്നായിരുന്നു, യോഹന്നാൻ കർത്താവിന്റെ ഓമനയായിരുന്നു. ഒരു 20കളിലോ ടീൻസിലോ ഉള്ള ഒരു പയ്യൻ. ഇന്നലെ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം റോണക്കും ബെന്നും സച്ചിനും ഇവരൊക്കെ അവിടെ വർഷിപ്പ് ചെയ്യുമ്പോൾ താഴെ ഒത്തിരി യൂത്ത് ഉണ്ട്. ഇന്നലെ പറഞ്ഞപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ആ യുവപ്രായത്തിൽ എന്നെ കേൾക്കുന്ന യൂത്ത് നിങ്ങളെപ്പോലുള്ളവരായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ. അവർ പിള്ളേർ കളിയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിള്ളേരെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് അവരെയാ യേശു തെരഞ്ഞെടുത്ത്. ആ യൂത്തിനെയാ, ആ ടീൻസിനെയാ. അപ്പൊ ആ ടീൻ ഏജറായ അല്ലെങ്കിൽ ഒരു 20സിലുള്ള ടീൻസ് ആൻഡ് 20s, ഒന്നി ടീൻ അല്ലെ 20സിലുള്ള ആളായിരുന്നു യോഹന്നാനും പത്രോസ്. ഇവരല്ല, കർത്താവിന് തന്നെ 30ാമത്തെ വയസ്സിലെ ശുശ്രൂഷ തുടങ്ങി, ബാക്കിയെല്ലാം അനിയന്മാരാ. അപ്പൊ ആ യോഹന്നാൻ മാർവിൽ ചാരാനുള്ള സാന്ദ്രയുണ്ടായിരുന്നു. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണൻ എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. യോഹന്നാൻ ചാരിയ തിരുമാർവിൽ ഞാനും ചാരട്ടെ യേശുനാഥ. ആഹൃത്തിൻ സ്നേഹത്തിൻ സ്പന്ദനങ്ങൾ എന്നിലും നിറയട്ടെ. ക്രൂശിൽ നിൻ പാണി തുളച്ചവർക്കായി പൊറുക്കണയെന്നങ്ങു യാചിച്ചോനേ. ക്രൂശിൽ നിൻ പാണി പൊറുക്കണയെന്നങ്ങു യാചിച്ചോനേ. ആഹൃത്തിൻ സ്നേഹത്തിൻ മനസ്സലിവാ എന്നെയും നിറയ്ക്കയെന്നേ. ഞാൻ ആദ്യം ഞങ്ങൾ ഓർപ്പിച്ചല്ലോ, കയ്യലാണി അടിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് അറിയത്തില്ല പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ സ്നേഹം എന്തുവാ? അതാണ് ദൈവം. ആ മാർവിൽ അണഞ്ഞാൽ ഒത്തിരി പേരെ നമ്മൾ മാർവിൽ അണച്ചു പോവും. അതായിരുന്നു ഇന്നലത്തെ എനിക്ക് തന്ന ദൈവിക സന്ദേശം. മാർവിൽ അണയൂ, മാർവിൽ അണയ്ക്കൂ. ആ മാർവിൽ അണയാമെങ്കിൽ നമ്മുടെ ഹൃദയം ഭയങ്കര വലുതാവും, ഇടുക്കൊക്കെ മാറും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കലും സ്പേസ് കൊടുക്കാത്തവർക്ക് കൂടെ സ്പേസ് കൊടുക്കാത്തപ്പോൾ സ്പേഷ്യസ് ആവും നമ്മുടെ ഹൃദയം. നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിൽ ഉപദ്രവിക്കുന്നവർക്ക് കൂടെ സ്പേസ് ഉണ്ടായിരുന്നു. തന്റെ നന്മ അനുഭവിച്ചിട്ടും താൻ ചെയ്തതെല്ലാം ആ അപ്പം കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ട് അത് വായിലിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ മക്കളെ പോലെ ആ ദൈവം കൊടുത്ത അപ്പം മന്ന വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ അവർ മറന്നു. ഇതുപോലെ ലോകം നിങ്ങൾ ചെയ്തത് വായിലിരിക്കുമ്പോൾ തന്നെ മറക്കുകയാണെങ്കിൽ അവരോട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനല്ല. നമ്മളൊക്കെ അങ്ങനല്ലേ? കർത്താവ് കൊടുത്ത അപ്പത്തിന്റെ ടേസ്റ്റ് അവരുടെ വായിൽ നിന്ന് പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഗതസമനായി മനുഷ്യർ കർത്താവിനെ പിടിച്ചു. ഈ ശിഷ്യന്മാരെല്ലാം ഓടിയ കൂട്ടത്തിൽ യോഹന്നാനും ഓടി. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവരെ തിരക്കി ചെല്ലുക.
തള്ളി പറഞ്ഞ പത്രോസിന്റെ നേതൃത്വത്തിൽ തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നു എന്നിൽ നീ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. യോഹന്നാൻ അടക്കമുള്ള തോമസ് അടക്കമുള്ളവരെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. തള്ളി പറഞ്ഞേച്ച് പോയ പത്രോസ്. ആ പത്രോസിന്റെ കാര്യമാണ് യേശു ഉയർത്തുന്നതിന്റെ ശേഷം തള്ളി പറഞ്ഞവനെ ആദ്യം തിരക്കുന്നത്. കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകളോട് പറയാം, നിങ്ങൾ ഓടിച്ചെന്ന് എന്റെ ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയിലുണ്ട്, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ തിരിച്ചു നാട്ടിൽ പോകാൻ പേടിക്കേണ്ട, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ പത്രോസിനോട് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞാൽ, എന്നെ തള്ളി പറഞ്ഞതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വരാൻ, എന്നെ ഫേസ് ചെയ്യാനൊക്കെ ഒരു ഭാരം കാണും. ഇല്ലില്ല, അവനോട് പറയണം, ഞാൻ അവനെ ഏറ്റവും സ്നേഹിക്കുന്നു. അതാണ് കർത്താവിന്റെ മാറിടത്തിന്റെ വലിപ്പം. ഇന്ന് ആ മാറിടത്തിൽ ഒരു മുറിവ് കൂടെ ഉണ്ടെന്ന് മറക്കരുത്. പാപം ചെയ്ത് നമ്മള് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്, സ്വർഗത്തിൽ പോണേ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും പറഞ്ഞ് അങ്ങനെയെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കണം. എന്റെ കർത്താവിന്റെ മാറിൽ ഇനി മുറിവേൽപ്പിക്കാൻ, ആ മുറിവിനെ ഇനി വ്രണതമാക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ നരകത്തിൽ പോയാലോ, ഞാൻ പാപം ചെയ്താൽ ഞാൻ നരകത്തിൽ പോയാലോ, ഞാൻ പാപം ചെയ്ത് നരകത്തിൽ പോയി നരകത്തിലെ ചാകാത്ത പുഴു എന്നെ കടിച്ചാൽ എനിക്ക് വേദന എടുക്കുകയല്ലേ? ഞാൻ പാപം ചെയ്താൽ വല്ലവരും എന്നെ കല്ലെറിഞ്ഞാലോ, ഞാൻ വല്ല കുഴപ്പവും കാണിച്ചാൽ യൂട്യൂബുകാരെല്ലാം കൂടെ എന്നെ പിടിച്ചാലോ, യൂട്യൂബിലിട്ട് കല്ലെറിഞ്ഞാലോ? അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചേക്കാം. അങ്ങനൊന്നും വിശുദ്ധ ജീവിതം നയിക്കാനൊക്കത്തില്ല. ഉയർത്തെഴുന്നേറ്റൊരു കർത്താവ്, ആ കർത്താവിനെ വേദനിപ്പിക്കാൻ ഇനി എനിക്കിഷ്ടമില്ല. ആ കർത്താവിന് വേദന കൊടുക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഇല്ല മേലാൽ പോകില്ലേനീ പഴയ വഴിയിൽ പോകില്ല ഞാൻ, ഇല്ല മേലാൽ എന്നേശുവേ വേദനിപ്പിക്കില്ലേനീ ഞാൻ. ഇന്നലെ രാത്രിയിലത്തെ ശുശ്രൂഷയിൽ ഈ പാട്ട് കിട്ടിയ കാര്യം ഞാൻ ഓർപ്പിച്ചായിരുന്നു. കുണ്ടറയിൽ ഒരു ശാപവിമുക്തി ശുശ്രൂഷ നടക്കുക. കൊല്ലത്തൊരു ഹോട്ടലിൽ രാവിലത്തെ മീറ്റിങ്ങിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ പാട്ട് അതിൻ്റെ ഇംഗ്ലീഷിലാണ് ഞാൻ കേട്ടത്. ഈ ട്യൂണോടുകൂടെ പെട്ടെന്ന് തന്നെ മലയാളത്തിൽ തർജ്ജമ ചെയ്തു. അന്ന് വൈകിട്ട് ജിജോ ബ്രദർ ഉണ്ടായിരുന്നു, മോബിനുണ്ടായിരുന്നു. ഈ പാട്ടവിടെ പാടി. ഇല്ല മേല പോകില്ലേനീ പഴയ വഴി പോകില്ല ഞാൻ, ഇല്ല മേലാൽ എന്നേശുവേ വേദനിപ്പിക്കില്ലേനീ ഞാൻ, ഇല്ല മേലാ പോകില്ലേനീ പഴയ പോകില്ല ഞാൻ, ഇല്ല മേലാ എന്നേശുവേ വേദനിപ്പിക്കില്ലേനീ ഞാൻ. അന്നത്തെ വീഡിയോ ഞാൻ പഴയ വഴിയിൽ പോകില്ല, ഇനി എന്റെ യേശുവിനെ വേദനിപ്പിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകില്ല ഇല്ല മേല പോകില്ലിനി പഴയ വഴി പോകില്ല ഇല്ല മേല എന്നേശുവേ
ആ പാട്ട് പന്തലിൽ നിറഞ്ഞപ്പോൾ ഇല്ല മേലാൽ ഞാൻ പഴയ വഴി. അന്ന് ആ പന്തലിൽ ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 പേരാണോ അത്രയും പേര് മദ്യപിക്കുന്നവർ ഓടി വന്ന് മദ്യപാനം നിർത്തിക്കൊണ്ട്, നിങ്ങൾ മദ്യപിക്കുന്നത് യേശുവിനെ വേദനിപ്പിക്കുക. അന്ന് പീറ്റർ അച്ചായനും ഒക്കെ, പീറ്റർ അച്ചായൻ ഭയങ്കരമായിട്ട് മദ്യത്തിന് അടിമയായിരുന്നു. ഇന്നലത്തെ അണ്ടർ ദ വിങ്സിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതിന് മദ്യപാനം നിർത്താൻ മേലായിരുന്നു. അതിഭീകര മദ്യപാനത്തിൽ നിന്ന് വിടുതലായ നമ്മുടെ ആ ശുശ്രൂഷകൻ അന്ന് ആ ഇല്ല മേലാലിന പാട്ട് ആദ്യം കിട്ടി കുണ്ടറയിൽ പാടുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പീറ്റർ അച്ചായ ഇനിയും കർത്താവിനെ വേദനിപ്പിക്കുമോ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, തോമസ് കുട്ടി ബ്രദറെ, ആവശ്യത്തിന് ഞാൻ വേദനിപ്പിച്ചത്, ഇനി ഞാൻ വേദനിപ്പിക്കത്തില്ല. ആവശ്യത്തിന് ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചത്, ഇനി ഞാൻ വേദനിപ്പിക്കത്തില്ല. സ്തോത്രം. ഇല്ല, ഞാൻ ഇനി വേദനിപ്പിക്കത്തില്ല. നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് അതിനുവേണ്ടി ആയിരിക്കണം. നമ്മുടെ കർത്താവിനെ പഴയ വഴി പോകില്ല ഞാൻ, ഇല്ല മേല പോകില്ലിനി, പഴയ വഴി പോകില്ല ഞാൻ, ഇല്ല മേല എന്നേശുവേ വേദനിപ്പി. ആ പാട്ട് പന്തലിൽ നിറഞ്ഞപ്പോൾ ഇല്ല മേല പോകില്ല. ഇല്ല, ഇനി യേശുവിനെ ഓരോരുത്തരും പറഞ്ഞില്ല. ഓരോരുത്തരും പറയാൻ തുടങ്ങി, ഇല്ല ഇനി യേശുവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും, കർത്താവിനെ ഇനി വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരുന്നുണ്ടോ, നിങ്ങൾ 3 പേര് ഇവിടെ വന്നിരുന്നേ. ആഹാ, കർത്താവിനെ വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞവരുടെയൊക്കെ കാര്യമാണ്. മാത്യു ബ്രദറെ നടുക്ക് വന്നേ, ടൈറ്റസ് ബ്രദർ ഇവിടെ ഇരുന്നേ, സൗരി ഇവിടെ ഇരുന്നേ, മാത്യു ബ്രദർ നടുക്കിരുന്നേ. വന്നിരുന്നേ. ഇരിക്കുമ്പോൾ സ്വത്രം ഞാൻ ഇല്ല മേലാൽ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ട് കിട്ടിയ കാര്യം ഇന്നലെ നിങ്ങൾ കേട്ടായിരുന്നു. ആ പാട്ട് കിട്ടിയ കാര്യം പറയുമായിരുന്നു. ടൈറ്റസ് ബ്രദറെ, ഇനിയും കർത്താവിനെ വേദനിപ്പിക്കുമോ? വേദനിപ്പിച്ചായിരുന്നോ? ടൈറ്റസ് ബ്രദറിന്റെ സിസ്റ്ററാണ് പ്രിസില്ല സിസ്റ്റർ എന്ന് കൈവീശി കാണിച്ചു. മാത്യു ബ്രദറും പ്രിസില്ല സിസ്റ്ററും ഈ കുടുംബമാണ് ഇന്ന് നമ്മുടെ ടൊറന്റോയിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. സിസ്റ്റർ പുതുപ്പള്ളിക്കാരത്തിയ, സിസ്റ്ററുടെ ബ്രദറാണ് ടൈറ്റസ്. ചുടിഞ്ഞോട്ട് അടുത്ത് ടൈറ്റസ്. ഇവരുടെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു അല്ലേ? പാസ്റ്ററായിരുന്നു. പക്ഷേ ഇവരൊക്കെ ആത്മീയമായിട്ട് വളർന്നു വന്ന, പക്ഷേ ഈ മകൻ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ മദ്യത്തിന് അടിമയായിപ്പോയി. ശരിയാണോ? എന്തായിരുന്നു അവസ്ഥ? മാത്യു ബ്രദറെ, എന്തായിരുന്നു അളിയന്റെ അവസ്ഥ? ചുട ഉറക്ക പറയണേ, അടുത്തിരുന്ന് പറയണം. ഈ അടുത്ത കാലത്ത് ഒറ്റ വാക്കി പറഞ്ഞ. ഞങ്ങൾക്കൊക്കെ അത്ര അറിയത്തില്ലായിരുന്നു. ബട്ട് ഹി വാസ് ഇൻസൈഡ് ഹി വാസ് ഗെറ്റിംഗ് അഡിക്റ്റഡ് ആൻഡ് ഒത്തിരി സഫർ ചെയ്തു ബിക്കോസ് ഓഫ് ദ അഡിക്ഷൻ. ബട്ട് ഗോഡ് ഡെലിവേർഡ്. നമ്മുടെ കോട്ടയത്തെ മീറ്റിങ്ങിന് വന്നു. എന്തായിരുന്നു ടൈറ്റസ് ബ്രദറെ, ഇതിൽ അങ്ങോട്ട് വിടുതലാകുന്നില്ലായിരുന്നല്ലേ? ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിലും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഈ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞതല്ലേ? അറിഞ്ഞതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു എന്താ പറയുന്നത്, പകയുടേതായ ഒരു അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ, പകയിൽ നിന്നുണ്ടായതാണ്. പകയിൽ നിന്നുണ്ടായത്. അതെ, പിതാവുമായിട്ടുള്ള ഒരു പകയിൽ നിന്നാണ്. ഫാദറിനെ തോപ്പിക്കാൻ കുടിക്കാൻ തുടങ്ങി. അതെ, അത് കാര്യമില്ലാതെ എന്നെ ഒരു പ്രാവശ്യം വല്ലാതെ ഉപദ്രവിക്കുകയുണ്ടായി. ടൈറ്റസ് ബ്രദർ ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇതൊക്കെ അനേകരെ ചെന്ന് തൊടും. സൗരനൊരു വിശ്വാസിയായിരിക്കുമ്പോഴാണ്
അന്നേ സ്നാനപ്പെട്ട ആളാ അല്ലേ? പക്ഷെ ഫാദറിനോട് അപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയോ? ഓഹോ, പറഞ്ഞോളൂ. അപ്പം ശരിക്കും അന്നേരമാണ് ഞാനും റീകളക്ട് ചെയ്യുന്നത്. അതെന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയായിരുന്നു ആ ഒരു വിഷയം. ഈ പക കാരണമാണ് എനിക്കിങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടായതെന്നുള്ളത്. അഡിക്ഷൻ ചെറിയ രീതിയിൽ തുടങ്ങി, വാശിക്ക് തുടങ്ങി, പിന്നെ വളരെ ഉപദ്രവങ്ങൾ സഹിച്ചു. അന്നേരം വീണ്ടും അതിലേക്ക് കൂടുതൽ പോയി. പിന്നെ അത് മറിഞ്ഞിരുന്ന എന്നെ ഞാൻ മദ്യപിച്ചാൽ ആരും അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഹിഡൻ ക്യാരക്ടറായിരുന്നു. അതാ നിങ്ങൾ അത്രയും അറിഞ്ഞില്ലെന്നാണ് അല്ലേ? ഇത്രയും പ്രശ്നത്തിൽ പോകുമ്പോഴും നിങ്ങൾ വേണ്ടപോലെ അറിഞ്ഞില്ല. സിസ്റ്റർ അതിനെ കുറിച്ച് എന്നാ പറഞ്ഞു? ഭീകരാവസ്ഥയാണ്. എനിക്കിടയ്ക്ക് അറിയായിരുന്നു, വൈഫ് പറഞ്ഞേക്കുന്നോണ്ട് എനിക്ക് അറിയായിരുന്നു കുടിക്കുന്നുണ്ടെന്നൊക്കെ. ഞാൻ അന്നേരം പറയും പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇനിയിപ്പോൾ പലപ്പോഴും എന്നോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്നെ അന്ന് ബ്രദർ ടൊറോണ്ടോയിൽ വന്നപ്പോൾ എന്നെ അന്ന് രാവിലെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണം ചേച്ചി, എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ബ്രദറിനെ ടൊറോണ്ടോയിൽ വെച്ച് ബ്രദറിനെ വിളിച്ച് പറഞ്ഞത്, ബ്രദർ അന്നേരം ഇവന് ബ്രദറിന്റെ ഫോൺ എടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ബ്രദറിനോട് തെറ്റ് ചെയ്യുവാണെന്നുള്ള ഒരു ചിന്തയിൽ അവന് മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അതിനുശേഷം ബ്രദർ അന്നേരം ആശയുടെ ഫോണിൽ വൈഫിന്റെ ഫോണിൽ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയും അന്ന് അവനവിടെ വീഴുകയും. നമ്മൾ ഫോണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, ഫോണിൽ ഞങ്ങൾ ടൊറോണ്ടോയിലിരിക്കുക. അന്ന് നീനായും ഞങ്ങൾ ഒന്നിച്ചല്ലേ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചു വന്ന് അവിടെ ഫോണിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ യേശുവിന്റെ നാമവും ആത്മാവിന്റെ ശക്തി എന്നപ്പോൾ ടൈറ്റസ് ബ്രദർ താഴെ കിടന്നു. അതെങ്ങനെയായിരുന്നു ടൈറ്റസ് ബ്രദർ ഒന്ന് പറയാമോ? അന്നും വെളുപ്പിനെ മദ്യപിച്ചിരുന്നു. പക്ഷെ വീട്ടിൽ അറിയത്തില്ല. വീട്ടിൽ വന്നു, എന്തോ മീൻ എന്തൊക്കെ മേടിക്കണമായിരുന്നു, എല്ലാം മേടിച്ച് വീട്ടിൽ വന്നിങ്ങനെ ഇരുന്നു. അപ്പോഴും ബെഡ്റൂമിൽ കയറിയിരുന്ന് കരഞ്ഞിട്ട് ഞാൻ പാസ്റ്റർ പാടിയ പാട്ടാന്നുള്ള അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏത് പാട്ട്? എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ. നമുക്കൊന്ന് പാടിയാലോ? എത്ര ദൂരം അങ്ങേ വിട്ടോടി നേരം കാത്തു നിന്നെ. ഞങ്ങള് പാടിയ ചിരിക്കായത് ആ യോഹന്നാൻ ചാരിയ തിരുമാർവ്. അതാ എന്റെ ഇന്നത്തെ വിഷയം. അതാണ് എത്ര നമ്മൾ ദൂരെ പോയാലും പിന്നെയും നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വിശാല മാർവിടം. ആ മാർവിൽ നമ്മളാണ്. ഞാൻ ടൈറ്റസ് ബ്രദറിനോട് ദൂത് പറയാൻ പോവാ. ഈ മാറിൽ ഒത്തിരി പേരെ കർത്താവ് അണയ്ക്കാൻ പോവാ. ഒത്തിരി പേരുടെ കണ്ണുനീര് ബ്രദർ ഒപ്പും. ഈ വിശ്വാസികൾ എന്ന് പറയുന്ന പലരും ബന്ധനത്തിൽ പോയി കുടുങ്ങി. എന്റെ പിതാവ് സ്നാനപ്പെട്ട ശേഷം ഞാനൊരു കാര്യം പറയാം. എന്റെ പിതാവ് കർത്താവിലേക്ക് വന്നുകൊണ്ടായി ഇന്ന് ഈ വീട് വിടുതലാകാനിടയായി. പക്ഷേ എന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്ന ശേഷം അറിയാതെ വൈകിട്ട് ഒരു ചെറുത്, വലിയ മദ്യപാനിയൊന്നും ആയില്ല, ഒരു ചെറുത് അടിക്കും. സൺഡേ സഭായോഗത്തിനും പോകും, ഒരു ചെറുത് അടിക്കും. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? എന്റെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ശാപം എന്റെ അപ്പന്റെ 3 സഹോദരങ്ങളോ ഒന്നിനു പുറകെ ഒന്നായി ഈ വീട്ടിൽ ശവപ്പെട്ടി വെച്ചു. ആ ശാപം എന്റെ ഫാദർ അന്ന് കർത്താവിൽ ചൊവ്വയെ നിന്നിരുന്നെങ്കിൽ പിശാചിനെ പിടികിട്ടി ഈ ഒരാള് ഇവിടെ നിന്നാൽ ഈ വീട് എന്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഒരു കുഞ്ഞു സാധനം ഇട്ട് കൊടുത്തു. അപ്പൊ ഞങ്ങളൊക്കെ വളർന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഹല്ലേലൂയയോട് പെന്തിക്കോസിനോടും ഇഷ്ടമില്ല, പള്ളിയിലും പോവുകയില്ല. മനസ്സിലായോ? ഇത് രണ്ടും നമുക്ക് വേണ്ട. ഹല്ലേലൂയയും വേണ്ട, കുറിയലായുസോനും വേണ്ട. ഇത് രണ്ടും നമുക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ മർത്തോമ സ്കൂളിൽ MD സ്കൂളിൽ പഠിച്ചുകൊണ്ടും അവിടുത്തെ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ട് വചനമൊക്കെ കുറെ അറിയാമായിരുന്നു. പക്ഷെ കർത്താവിനെ വിട്ടോടി. പക്ഷേ എത്ര ദൂരം ഓടിയോ അത്രയും നേരം കർത്താവ് കാത്തു. എൻ്റെ അപ്പനെന്ന് കർത്താവിൻ്റെ ജീവിതം കൊടുത്ത് കർത്താവ് മറന്നില്ല. ടൈറ്റസ് ബ്രദറെ, നിങ്ങളുടെ പപ്പ, പ്രിസില്ല സിസ്റ്ററെ, നിങ്ങളുടെ പപ്പ കർത്താവിന് വേണ്ടി ചിലപ്പോൾ അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിന്ന് കാണത്തില്ലായിരിക്കും. ഒരു പാസ്റ്ററും പെർഫെക്റ്റ് അല്ല. നിങ്ങളുടെ പപ്പായാകുന്ന പാസ്റ്റർക്കും കുറവുള്ള, പക്ഷെ ആ പിതാവ് നിന്നുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അവിടെ ഓടിയപ്പോഴും ഈ പാട്ട് ഞാൻ എഴുതിയാന്നറിയാൻ മേലാതെ സൗരം പാടിയായിരുന്നു.
ഞാൻ ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് തന്നെത്താനെ കിടന്ന് പാടുന്നതായിട്ട് വൈഫ് ആശ പറയുകയുണ്ടായി. സ്വരം തന്നെ ഉറക്കത്തിൽ പാടുക. ഉറക്കത്തിൽ ഈ പാട്ട് പാടും. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. രാത്രി ഉറക്കത്തിലൊക്കെ കിടന്ന് ഈ പാട്ട് പാടുക. ഈ പാട്ട് പാടുക. അതുപോലെ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തി അന്നത്തെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ അന്നേരം എന്നാ സംഭവിച്ചു? താഴെ വീണെന്ന് പറഞ്ഞു. ഞാൻ ഫെയിൻ്റായി താഴെ കിടന്നു, മറിഞ്ഞു വീണു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, മമ്മിയോടും വൈഫിനോടും പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചു ഫോണിലൂടെ. എന്നെ ഈ ടൈറ്റസ് ബ്രദർ പാസ്റ്റർ എന്നാ വിളിക്കുന്നത്, എന്നെ ബ്രദറെ എന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. കുഴപ്പമില്ല, എങ്ങനെ ഇവിടെ വിളിച്ചു. അപ്പൊ അങ്ങനെ അന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടും പാസ്റ്റർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കണ്ടു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഏറ്റവും വലുതായിട്ട് ചെയ്ത ഒരു ക്രിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഞാൻ മറയ്ക്കുന്ന ഒരു സ്വഭാവം ഇല്ല എനിക്ക്, തുറന്നാണ് പണ്ടും. അത് പിന്നീട് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഓപ്പണായിട്ട് കൺഫസ് ചെയ്തു. എൻ്റെ സഭയിലെ പാസ്റ്റർ, അവിടുത്തെ പാസ്റ്ററോടും ചെന്ന് കൺഫസ് ചെയ്തു. അത് പക്ഷെ മദ്യപിച്ചിട്ടുള്ളപ്പോൾ തന്നെയാണ് ചെന്ന് കൺഫസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ട് പാസ്റ്റർ ബ്രദറിനെ കാണാൻ വന്നപ്പോഴും ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, എന്നെ മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്നും ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഇവിടെ വെച്ച് വന്നു, താഴെ ഫെയിന്റ് ആയത് അല്ലേ? അതെ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ വീണ്ടും പോകുമായിരിക്കും, പക്ഷെ അതിൽ ഭാരപ്പെടരുത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എവിടെ പോയിരുന്ന് മദ്യപിച്ചാലും തൊട്ടടുത്ത് തന്നെ യേശു ഇരുന്ന് കരയുന്നുണ്ടെന്നൊരു വാചകം. അത് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചു. അതാണ് സ്തോത്രം. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ടൈറ്റസ് ബ്രദറെ, ഇനി ആ യേശുവിനെ വേദനിപ്പിക്കണം? ഒരിക്കലുമില്ല. ഞാൻ വേറൊരാളെ കൂടെ ഇടയ്ക്ക് കാണിക്കാം. മദ്യപിച്ചിട്ട് ഛർദിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ഓടണവട്ടം സഭയിൽ ഇപ്പോൾ ശുശ്രൂഷകനായിരിക്കുന്ന ജയചന്ദ് ബ്രദർ. അന്ന് ഈ പാട്ട് കിട്ടിയ അന്ന്, ഇല്ല മേലാൽ എൻ്റെ യേശുവിനെ വേദനിപ്പിക്കത്തില്ല എന്നുള്ള പാട്ട് കിട്ടിയ അന്ന് സ്റ്റേജിൽ ഞാൻ പാടുമ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് പോയി, ഇനി വേദനിപ്പിക്കുമെന്ന് ചോദിച്ചു. അന്ന് ആ ബ്രദർ പറയുന്ന ഒരു വാക്കൂടെ കേട്ടോണേ. ഇതാണ് ജയചന്ദ് ബ്രദർ. ഇനി വേദനിപ്പിക്കുമോ ബ്രദറെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സോറി, പ്രൈസ് ദി ലോർഡ്. ഇനി വേദനിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇനി പഴയ വഴിയിൽ പോകില്ല. മദ്യപാനത്തിന്റെ വഴിയില്ല. മദ്യപിച്ച് ഇന്ന് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റത്തില്ല. ഇല്ല മേല പോകില്ലിനി പഴയ വഴി പോകില്ല ഞാൻ. ഇല്ല മേല എന്നേശുവേ ഇതാണ് പി ഫ്ലച്ച്. വേദനിപ്പിക്കത്തില്ല. ആവശ്യത്തിന് വേദനിപ്പിച്ചതാ, ആവശ്യത്തിൽ കൂടുതൽ. ഇല്ല മേല എന്നേശുവേ വേദനിപ്പിക്കും. അടുത്തത് സജി ബ്രദറിനെയാണ് ഉയർത്തിയത്. അദ്ദേഹവും പറഞ്ഞു, ഇല്ല, ആവശ്യത്തിന് വേദനിപ്പിച്ചു. ഇന്ന് ടൈറ്റസ് ബ്രദറിനോടും അതാ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഇനി വേദനിപ്പിക്കുമോ? ഒരിക്കലുമില്ല.
ഒരിക്കലും ഇല്ല. ഞാന് അന്ന് ഇവിടെ വന്നപ്പോൾ ദേവദാസൻ എന്നോടൊരു പ്രവചനാത്മാവിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞാനും കുടുംബവും ഇങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് ശുശ്രൂഷിക്കുമെന്ന്. അത് അന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പല വ്യക്തികളുമായിട്ട് ഞാനും ആശയം പോയി സുവിശേഷം പറയുകയും, ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊന്നും ആൾക്കാർ മാറി വരുന്നില്ലെങ്കിലും ഞാൻ അനുഭവിച്ച ആ ഒരു സ്നേഹവും ആ വിടുതലും ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നലത്തെ എൻ്റെ സന്ദേശം ഇന്നും തുടരുകയാണ്. ആ മാറിൽ അണയുക, സ്നേഹത്തിന്റെ ക്ഷമയുടെ ആ മാറിൽ, യേശുവിന്റെ മാറിൽ. ടൈറ്റസ് ബ്രദറെ, നീന, മാത്യു ബ്രദർ ആൻഡ് പ്രിസില്ല സിസ്റ്റർ, നിങ്ങൾ ടൊറോണ്ടോയിൽ എമിലി ഫീസ്റ്റിന്റെ ശുശ്രൂഷകരാന്നൊക്കെ വേണേൽ അഭിമാനിക്കാം. എന്നെ അഭിമാനിച്ചിട്ട് ഗുണം. നിങ്ങളുടെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു. നിങ്ങൾ പോയ വേദനകൾ എനിക്ക് ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും ഒത്തിരി വേദനകളിൽ പോയതാണ്. നമ്മൾ പാസ്റ്റർ മോനാ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ല. നമുക്ക് കിട്ടിയ മഹാഭാഗ്യമായി ശുശ്രൂഷ ചെയ്യാൻ. ഇന്ന് പെങ്ങളും ആങ്ങളെ രണ്ടുപേര് ശുശ്രൂഷകരായി. ടൊറോണ്ടോ ചർച്ചിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് ശുശ്രൂഷ വന്നത്, അല്ലേ? ആ അപ്പൻ അന്ന് പ്രാർത്ഥിച്ചു കാണും, എൻ്റെ മക്കൾ ദൈവവേല ചെയ്യണം. തിരിഞ്ഞു പോയത്. സംതിങ് ഹാപ്പൻ. സാരമില്ല. ഓ മൈ ലോർഡ് ജീസസ്. ശരിയായി. സോറി. നിങ്ങളുടെ പപ്പ അന്ന് പ്രാർത്ഥിച്ചു കാണും, അമ്മ പ്രാർത്ഥിച്ചു, എൻ്റെ മക്കൾ ദൈവവേലയാണ്. ഇന്ന് ടൈറ്റസ് ബ്രദർ ഒരു പാസ്റ്ററായിട്ടൊന്നും അല്ല, പക്ഷേ നിരവധി പേരെ കർത്താവിലേക്ക് നേടുക. കർത്താവിൻ്റെ മാറിവിൽ അണഞ്ഞാൽ നമ്മുടെ മാറുടെ ഒത്തിരി വലുതാവും. അതാ സന്ദേശം. എനിക്ക് കർത്താവ് തന്ന മറ്റൊരു പാട്ട് ഞങ്ങൾ പാടിയായിരുന്നു, നിങ്ങൾക്കറിയാം. യോഹന്നാൻ ചാരിയ തിരുമാർവിൽ ഞാനും ചാരട്ടൻ യേശുദേവ, ആഹൃത്തിൽ സ്നേഹത്തിൽ സ്പന്ദനങ്ങൾ എന്നിൽ യേശുദേവ, ആഹൃത്തിൽ സ്നേഹത്തിൽ സ്പന്ദനങ്ങൾ എന്നിലും. ടൈറ്റസ് ബ്രദറെ, ആ സ്പന്ദനം കേട്ടാൽ ക്രൂശിൽ നിൻ പാണി തുളച്ചവർക്കായി പൊറുക്കണേ എന്നങ്ങു യാചിച്ചോൻ, ആഹൃത്തിൻ സ്നേഹത്തിൻ ക്ഷമയുമെന്നിൽ വന്നു നിറയട്ടെ. മരുഭൂമിയിൽ വിഷം ആയിരങ്ങൾ മനസ്സലിഞ്ഞവർക്കു നീ അപ്പമേകി, ആഹൃത്തിൻ സ്നേഹത്തിൻ ക്ഷമയുമെന്നിൽ അല്ല മനസ്സലിവാൻ എന്നെയും നിറയ്ക്കയൻ യേശുദേ. ആഹൃത്തിൽ നിന്ന് കിട്ടിയാലേ നമുക്ക് ചെയ്യാനൊക്കത്തു. അല്ല നമ്മുടെ മനസ്സിലൊന്നും നടക്കത്തില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് മാറാനൊക്കത്തില്ല. അതുപോലെ തന്നെ അത്ഭുത സൗഖ്യം കിട്ടിയ ആളാണല്ലോ പ്രിസില്ല സിസ്റ്റർ. അതിനെക്കുറിച്ചുള്ള ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് പറഞ്ഞേ മാത്യു ബ്രദർ, എന്തായിരുന്നു സിസ്റ്റർക്കുണ്ടായ അനുഭവമെന്ന് ഒന്ന് പറയണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവാം. പറഞ്ഞോ രണ്ടുപേരില്ല. ഇങ്ങോട്ട് അടുത്തിരുന്ന് പറഞ്ഞു, ഇച്ചിരി വോളിയം കിട്ടാൻ. ഇച്ചിരി ക്യാമറയുടെ അടുത്ത് ഇങ്ങോട്ട് ചേർന്ന്. ബാക്ക് പെയിൻ ഉണ്ടായി. അവര് ഹോസ്പിറ്റലിൽ ചെന്ന് അവര് സ്കാൻ ചെയ്തപ്പോഴറിയുന്നത് കുറെ പ്രയാസങ്ങൾ അതിൽ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം പ്രിസില്ല സിസ്റ്ററിന് ഒരു പെയിൻ ഉണ്ടായി, അല്ലേ? അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് എനിക്ക് ദേഹത്ത് പലയിടത്തും ഇങ്ങനെ ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പക്ഷേ സ്പൈനിന്റെ അവസാനത്തെ ബോണില് ഒരു ട്യൂമർ വന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഈ ട്യൂമർ കണ്ടത്.
അന്നേരം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ വന്ന് എമർജൻസിയിൽ വന്നിട്ട് പറഞ്ഞു ഇത് ക്യാൻസറാണ്, സ്പൈനൽ ഈ ട്യൂമർ ക്യാൻസർ ആണ് സ്പൈനിൽ വന്നിരിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അതെല്ലായിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ മാത്യു ബ്രദർ? Last stage. ലാസ്റ്റ് സ്റ്റേജ്. ഇത് ഏത് വർഷം നടന്ന കാര്യം? 22. 2022. ഓ, കോവിഡിന്റെ സമയത്താ. അന്നേരം ആരെയും കേട്ടത്തില്ലായിരുന്നു ഹോസ്പിറ്റലിൽ. ജീച്ചാൻ എന്നെ എമർജൻസി വിട്ടിട്ട് ജീച്ചാൻ വീട്ടിൽ പോയി. അന്നേരമാണ് ഇത് വന്ന് പറയുന്നത്. അന്നേരം എനിക്ക് അതിവേദനയായിരുന്നു, സഹിക്കാൻ മേലാത്ത വേദനയായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ക്യാൻസർ ഒന്നൊരു പ്രശ്നമല്ല, എനിക്ക് ഈ വേദനയൊന്ന് മാറ്റി തന്നാൽ മതി. ക്യാൻസർ പ്രശ്നമല്ല, വേദനയൊന്ന് മാറ്റി തന്നാൽ മതി. അന്നേരം എന്നിട്ട് അവര് അത് പറഞ്ഞിട്ട് പറഞ്ഞു സർജറി ചെയ്യണം, മേജർ സർജറിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വലിയൊരു ട്യൂമറായിരുന്നത്. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് ദേഹത്തെല്ലാം പടർന്നു പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒറിജിൻ എവിടെയെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ജീച്ചാൻ മെസ്സേജ് ഇട്ടു, ജീച്ചാൻ ഇവർ ക്യാൻസർ ആണെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അന്നേരം ജീച്ചാൻ പറഞ്ഞു സിസ്റ്റർ മെഡിക്കൽ ലൈനിലല്ലേ? നഴ്സാണ്. അന്നേരം ജീച്ചാൻ പറഞ്ഞു ഡോണ്ട് ഈവൻ അറ്റർ ദാറ്റ് വേർഡ്, ക്യാൻസർ എന്നുള്ള വേർഡ് നീ പറയും, നീ വാ കൊണ്ട് പറയരുത് എന്ന് സഹോദരൻ പറയുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന പല രോഗികളോടും കൂടെ നീ വാ കൊണ്ട് ക്യാൻസർ ആണെന്ന് വാക്ക് പറയണ്ട. പിന്നെ പറയാതിരിക്കാൻ പറ്റൂ? ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞ തെറ്റൊന്നുമല്ല. അതിന് PGങ്ങളുടെ വാക്കാണ് എനിക്ക് ഏറെ ഇഷ്ടം. അത് ഫാക്റ്റാ, മെഡിക്കൽ ഫാക്റ്റാ, വസ്തുതയാ, തെറ്റല്ല. പക്ഷേ ഈ വചനം പറയുന്ന സത്യമാണ്. നമ്മളൊന്ന് വായിച്ച വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കാക്കും. ലോകത്തിലെ 800 കോടിക്കും വിളിയുണ്ട്. അതാണ് കല്യാണ വിരുന്ന്. നമുക്ക് നാളെ കർത്താവിനെ വെച്ചാൽ തുടരാം. കല്യാണ വിരുന്ന് എല്ലാവരും വിളിച്ചു, പക്ഷെ എല്ലാവരും ചെന്നില്ല. അപ്പൊ പ്രതികരിച്ചവരാണ് വിളിക്കപ്പെട്ടവർ. സുവിശേഷത്തിന്റെ വിളിയോട് പ്രതികരിച്ചവരാണ് ആര്? വിളിക്കപ്പെട്ടവർ. അപ്പം റോമർ 8:28 നിന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, ആ വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാവും. ടൈറ്റസ് ബ്രദർ മദ്യപിച്ചത് ശരിയല്ലല്ലോ, പക്ഷെ ആ മദ്യപിച്ചത് കൊണ്ട് തന്നെ പിശാചെടുത്ത ആ കളി ഇന്ന് നന്മയ്ക്കായിട്ട് കർത്താവ് ടേൺ അറൗണ്ട് ചെയ്തില്ലേ? അതുകൊണ്ട് സഹോദരൻ ഇന്ന് മദ്യപാനികളോട് വലിയൊരു കരുണയില്ലേ? ഉണ്ട്. സ്തോത്രം. സഹോദരിയും സഹോദരനും ഈ ക്യാൻസർ അതിതീവ്രമെന്ന് പറഞ്ഞത് സ്തോത്രം കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു എന്ന് മാത്രമല്ല, ഏത് പട്ടണത്തിൽ ക്യാൻസറായിട്ട് തീർന്നു ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളോട് ഇന്ന് സുവിശേഷത്തോടെ സ്പ്രെഡ് ചെയ്യുക ആണോ അല്ലയോ? അത് നന്മയ്ക്കായിട്ട് കൂടിയില്ലേ? അതാണ് ദൈവ മക്കൾക്ക് സകലവും നന്മയ്ക്കാൻ. ഈ 2025 മാത്രമല്ല, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ കർത്താവിന്റെ വിളി കേട്ടാൽ അതാ വിളിക്കപ്പെട്ടവർ. എല്ലാവരും വിളിക്കപ്പെട്ടവർ, അതിനോട് പ്രതികരിച്ചവർ നന്മയ്ക്കേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോന്റെ കല്യാണം ഞാനും നീനായി നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഭാരം, ഞങ്ങള് 100 പേരുടെ ഭക്ഷണം കൂടുതൽ വെച്ചിട്ടേ വിളിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാജകീയ വിരുന്നിന് വിശ്വസിക്കാൻ കഴിയാത്ത, ടു ഗുഡ് ടു ബിലീവ് ആയ അങ്ങനെ ഒരു രാജകൊട്ടാരത്തിൽ എന്നെ വിളിക്കും. ഈ ഒരു വഴിയിൽ നിന്നൊരു പാവപ്പെട്ട ഉപദേശി വരുവീൻ സുവിശേഷം കേൾക്കുവീൻ എന്ന് പറഞ്ഞാൽ അതും ആ രാജവിരുന്നിനുള്ള വിഷണമാണ്. അതിന് ചെന്നാൽ വിശ്വസിക്കാൻ കഴിയാത്ത അനുഗ്രഹം. ഈ വീട്ടിന്റെ ശാപം മാറിയത്, എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഭവനത്തിന്റെ ശാപം മാറിയത്, ഈ മകളുടെ രോഗം മാറിയത് ആ വിളി കേട്ടോണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളെയും കർത്താവ് വിളിക്കുകയാണ് സിസ്റ്ററെ. അങ്ങനെ ഒരു കാരണം. അപ്പം ഇവര് ഫാക്ട് ആണ് ക്യാൻസർ ആണെന്നുള്ള ഒരു നേഴ്സാണ് ഇത് കേൾക്കുന്നത്. പക്ഷേ ഈ സഹോദരൻ സ്തോത്രം മാത്യു ബ്രദർ, ജിച്ച എന്നാ പുള്ളിക്കാരത്തെ വിളിക്കുന്നത്, മാത്യു ബ്രദർ പറഞ്ഞു ആ വാക്ക് അട്ടർ ചെയ്യണ്ട. എന്നാ മാത്യു ബ്രദറെ അങ്ങനെ പറഞ്ഞു? നമ്മൾ പറയുന്ന പോലെ ഉറക്കെ പറഞ്ഞു. it happens whatever we say, so what we confess is we are going to profess. നമ്മൾ എന്ത് കൺഫസ് ചെയ്യുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഭയങ്കര. ഇത് മതിയല്ല, നിങ്ങൾ കാനഡയെ നേടുമല്ലോ. ഇന്നിവരോട് നേരെ എയർപോർട്ടിലോട്ട് പോകാൻ പോവാ. ഇത് ഞാൻ നിങ്ങളോടൊരു പ്രോഫസി പറഞ്ഞു വിടാൻ പോവാ. അണ്ടർ ദ വിങ്സിൽ മാത്യു ബ്രദറിനോടും പ്രിസില്ല സിസ്റ്ററോടും ഞാനൊരു പ്രോഫറ്റാണ്, ഒരു പ്രോഫസി പറയുന്നു. നിങ്ങളുടെ മിനിസ്ട്രി വെളിപ്പെടാൻ പോവാ. രണ്ടുപേരും കരവുയർത്തി സ്വീകരിച്ചോളും. രണ്ടുപേരും കരവുയർത്തി സ്വീകരിച്ചോളും. മാത്യു ബ്രദർ അന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ,
ഏതാണെന്നറിയാമോ? സ്തോത്രം. വാട്ട് വി കൺഫസ് നടക്കത്തുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നു അത് ടൊറന്റോയിൽ നടക്കാം. രണ്ടുപേരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഞാൻ നിങ്ങളെ ടൊറന്റോയിലോട്ടൊന്ന് പ്രാർത്ഥിച്ചയക്കട്ടെ. നിങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണല്ലോ. യേശുവിന്റെ നാമത്തിൽ അപ്പായെ കാനഡയ്ക്ക് വേണ്ടി ഈ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചയക്കുമ്പോൾ മാത്യു ബ്രദറിന്റെ വാഗൊണ്ട് പറഞ്ഞത് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് വാഗൊണ്ട് പറയുന്നേ നടക്കത്തുള്ളെങ്കിൽ ഇവർ ആ പട്ടണത്തിന് വേണ്ടി പറഞ്ഞത് നടക്കട്ടെ. ആ ദേശം മുഴുവൻ യേശുവിന്റെ സുവിശേഷം കേൾക്കട്ടെ. ഇവ മഹാവിരുന്നിന് ഇവര് വിളിക്കുമ്പോൾ അനേകര് കർത്താവിലാകട്ടെ. പ്രിസില്ല സിസ്റ്ററെ, സ്വോത്ര മാത്യു ബ്രദറെ, ബ്രദർ പറഞ്ഞു നമുക്ക് ആ വാക്ക് പറയണ്ട, ക്യാൻസർ ആണെന്ന് പറയണ്ട, ഫാക്ട് പറയണ്ട, ട്രൂത്ത് പറയാം. അവന്റെ അടിപ്പിണരുകളാൽ വി ആർ ഹീൽ. ഒരു വശത്ത് രോഗിയാണെന്നുള്ള റിപ്പോർട്ട് ഇരിക്കുക, നേഴ്സിന്റെ കയ്യിലിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു അവന്റെ അടിപ്പിണരുകളാൽ. അപ്പോൾ തുടർന്ന് എന്താ സംഭവിച്ചത്? നേരത്തെ ഒരു പ്രൊഫസി തന്നിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെയും കാണും. മക്കള് രണ്ടും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എന്നാ ഇനി വേഗം ആലോചിക്കണമല്ലോ. That's why always I keep whenever she gets sick I tell it's not yet time because children item. ഓ, ഭയങ്കര വിശ്വാസ. സ്വോത്രം. രോഗിയാവുമ്പോൾ പണ്ട് പറഞ്ഞ പ്രവചന ദൂത് പറയും ഞങ്ങളുടെ മക്കളെയും കൂടെ കണ്ടിട്ടാ മരിക്കാനൊക്കത്തില്ല, അങ്ങനൊന്നും ക്യാൻസറിനെ ഇതാരെയോ സൗഖ്യമാക്കാൻ പോവാ. പ്രിസില്ല സിസ്റ്റർ, മാത്യു ബ്രദർ, ഇന്ന് ക്യാൻസറുകൾ സൗഖ്യമാവും, ഇന്ന് മദ്യപാനങ്ങൾ വിട്ടുമാറും. 2025 അനേകർക്ക് അനുഗ്രഹത്തിന്റെ വർഷമായി മാറും. അപ്പൊ മക്കളെയും കാണുമെന്ന് പറയാൻ തുടങ്ങി. സങ്കീർത്തനം 128. അങ്ങനെ പറഞ്ഞു. ഞാൻ എമർജൻസി കിടക്കുക. ഡോക്ടർ വന്ന് പറഞ്ഞു സർജറി, മേജർ സർജറിയാ. ഇങ്ങനെ അങ്ങേറ്റം പോയാൽ 5 വർഷം ജീവിക്കും, 3 വർഷം. കാരണം അതുപോലെ പടർന്നു പിടിച്ചു എന്ന് പറഞ്ഞു. കാരണം അന്നേരം പടർന്നു പിടിച്ചു. മാക്സിമം 5 വർഷമേ ജീവിക്കത്തുള്ളൂ. നമ്മുടെ സമയം കൂടെ തീരുന്നോണ്ട് വളരെ ചുരുക്കുമെന്ന് പറഞ്ഞ് ഒന്ന് കേട്ടോണം. മാക്സിമം 5 വർഷമേ ജീവിക്കത്തുള്ളൂ, ശരീരം മുഴുവൻ പടർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ ദൈവം പ്രവർത്തിച്ച അതൊന്നും ചുരുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തങ്കുബ്രദറിനെ അറിയിച്ചായിരുന്നു, തങ്കുബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് നമ്മൾ തമ്മിൽ അത്രയും പരിചയമില്ല. അതിനുശേഷം പിന്നെ വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു പെറ്റ് സ്കാൻ ചെയ്തു. സോ ബൈ ദ ടൈം ഒത്തിരി പ്രോമിസസ് വന്നു. സോ ഞാൻ ആ എമർജൻസി കിടക്കുമ്പോൾ കർത്താവ് ഒരു പാട്ട്, എന്നെ പഴയ പാട്ട് ഓർപ്പിച്ചു. ഇംഗ്ലീഷ് പാട്ടുണ്ട്. അതേതാ? Whose report would you believe? Whose report would you believe? We shall believe the report of the Lord. ഓ, കൈ കിട്ടിയ ക്യാൻസറിന്റെ റിപ്പോർട്ട് വിശ്വസിക്കത്തില്ല അല്ലേ? Believe the report of the Lord. ഞങ്ങള് കർത്താവിന്റെ വാസ്തവത്തിൽ അത് യെശയ്യാപ്രവചനത്തിലെ ഒരു വചനമാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. യെശയ്യാ 53. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഹൂസ് റിപ്പോർട്ട് എന്നാണ്. ആരുടെ റിപ്പോർട്ടാ നിങ്ങൾ വിശ്വസിക്കുന്നത്? പറഞ്ഞോളൂ. ഞങ്ങൾ അങ്ങനെ കട്ടിലേല്, പിന്നെ ഞാൻ കുറെ നാള് ബെഡിലായിരുന്നു, കഴിഞ്ഞിട്ട് നടക്കാനൊന്നും മേലായിരുന്നു, കംപ്ലീറ്റ്ലി ബെഡിലായിരുന്നു. ജിച്ചാൻ അവിടെ ഹീലിംഗ് സ്ക്രിപ്റ്റേഴ്സ് തുറന്നു വെക്കും, ഹീലിംഗ് സ്ക്രിപ്റ്റേഴ്സ് തുറന്നു വെക്കും. ഞാനത് കേട്ടോണ്ട് കിടക്കും. യൂട്യൂബിൽ ഹീലിംഗ് സ്ക്രിപ്റ്റേഴ്സ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം അത് വചനം മാത്രം കേട്ടോണ്ട് കിടക്കും. ഹൂസ് റിപ്പോർട്ട് വിൽ യു ബിലീവ്? നിങ്ങൾ ആരുടെ റിപ്പോർട്ട് വിശ്വസിക്കും? റോൺ കലനയുടെ പാട്ടാണ്. ഡോക്ടറുടെ റിപ്പോർട്ട് വിശ്വസിക്കുമോ? ദൈവം പറഞ്ഞ റിപ്പോർട്ട് വിശ്വസിക്കും. ദൈവം പറഞ്ഞു അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം, നിന്റെ മക്കളെയും നീ കാണും. ഇതിലേത് റിപ്പോർട്ട് വിശ്വസിക്കും? 2 റിപ്പോർട്ട് കയ്യിലിരിക്കും. ഒന്ന് ക്യാൻസറാണ്, 5 കൊല്ലമേ ഉള്ളൂ നമ്മുടെ. അപ്പം ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടൊറോണ്ടോയിലും ക്യാൻസറിനെ കർത്താവിലൂടെ ജയിച്ച കുടുംബമാ ലീഡ് ചെയ്യുന്നത്. ന്യൂയോർക്കിലും ക്യാൻസറിനെ
ജയിച്ച ബിനോയ്, അഡ്വക്കേറ്റ് ബിനോയ് ബ്രദർ, അവിടെ റിപ്പോർട്ട് ഇതാണ്: 3 മാസമേ ജീവിക്കുള്ളൂ, സൗകര്യം 5 വർഷമേ ജീവിക്കുള്ളൂ. രണ്ടുപേരും ഈ വചനമാകുന്ന റിപ്പോർട്ട് എടുത്ത് അത്ഭുതം നടന്നു. പറഞ്ഞേ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം റെജി ബ്രദറും ഷീന സിസ്റ്ററും കോഴഞ്ചേരിയിൽ ശുശ്രൂഷിക്കുമായിരുന്നു. റെജി ബ്രദർ ഷീന സിസ്റ്ററും സാക്ഷ്യം പറയാനായിട്ട് ഇത് മൈക്ക് കൊടുത്തു. ഞങ്ങളെ റെജി ബ്രദറിനൊന്നും അത്ര അറിയത്തില്ല, അന്നേരം ഷീന സിസ്റ്റർ പറയുക, എനിക്ക് അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഒരു മാത്യു ബ്രദർ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കാണിക്കുന്നു. പേര് സൈതം പറഞ്ഞു. ഷീന സിസ്റ്റർ ഞങ്ങളെ അറിയത്തില്ല. ഷീന സിസ്റ്റർ പറയും, ഞാൻ കട്ടിലെ കടന്നുകൊണ്ട് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും വേണ്ട, ഞാൻ കട്ടിലെ കിടക്കുക. അന്നേരം ജീച്ചനോട് പറയും, ചണ്ടനല്ല, മാത്യു ബ്രദർ എന്ന് പറയുന്ന മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരനെ കാണിക്കുന്ന ഒരു കുടുംബമായിട്ട് പലപ്പോഴും സംശയിച്ച് പുറകെ മാറി എന്നിട്ട് കർത്താവ് തന്റെ വേലയ്ക്ക് ഇറക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ജീച്ചാനെ നോക്കിയിട്ട് പറഞ്ഞു, എങ്ങനെ നടക്കാന്, ഞാൻ മരിക്കാൻ പോവല്ലേ, പിന്നെ എങ്ങനെ നടക്കാൻ എന്നുള്ള രീതിയിൽ ചിരിച്ചു. പക്ഷെ കർത്താവ് സാറാ ചിരിച്ച പോലെ ചിരിച്ചു. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡോക്ടർ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് വരും. അത് 3 മാസത്തിന് ശേഷം പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് വരുക, ക്യാൻസർ ഇല്ല. ക്യാൻസർ ഇല്ല. അങ്ങനെ എന്റെ കർത്താവേ. 2 മേജർ സർജറി, ആദ്യത്തെ സർജറി സക്സസ് ആയില്ല. പിന്നെ നാട്ടിൽ വന്ന് വീണ്ടും മേജർ സർജറി ഉണ്ടായിരുന്നു, അതും ചെയ്തു. പിന്നെ ഒത്തിരി നാള് എനിക്ക് തീരെ മേലെ, ഞാൻ ഡ്രസ്സിങ് വെച്ചോണ്ടാണ്. കഴിഞ്ഞ വർഷം തങ്കു ബ്രദർ ഡിസംബറിൽ അവിടെ വന്നപ്പോഴും ഞാൻ എൻ്റെ വൂണ്ടിൽ നിന്ന് പഴുപ്പും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ തങ്കു ബ്രദർ വന്ന അന്ന് വലിയൊരു അഭിഷേക അഗ്നി അവിടെ ഉണ്ടായി. അന്ന് മീറ്റിങ്ങിന് കഴിഞ്ഞ് ഞാൻ ചെന്ന് വാഷ്റൂമിൽ ഈ ഡ്രസ്സിങ്ങിന്റെ ഇത് മാറാനിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി രക്തം പോലും അന്ന് കംപ്ലീറ്റ്ലി, അതിനുശേഷം എന്റെ ആ വൂണ്ട് കംപ്ലീറ്റ്ലി ഹീലായി. അത് കഴിഞ്ഞ് ഇന്ന് വരെ ആ വൂണ്ട് പിന്നെ ഓപ്പൺ ആയിട്ടില്ല. ഇനി നിങ്ങൾ അനേകരുടെ വൂണ്ട് കെട്ടാൻ പോവുകയാണ്. കാരണം നിങ്ങളും ഞാനും ചാരിയിരിക്കുന്ന മാർവ്, ടൈറ്റസ് ബ്രദറെ, കർത്താവിനെ ഒത്തിരി വേദനിപ്പിച്ചതാ. ആ വൂണ്ടിന്, ആ മുറിവുകളെ വേദനിപ്പിച്ച, ഇനി നമുക്ക് ആ മുറിവ് വേദനിപ്പിക്കണം. സഹോദരിയുടെ വൂണ്ട് യേശുവാണ് കെട്ടിയതെങ്കിൽ നമുക്ക് ഈ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാം. സ്തോത്രം. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീ, നിന്മാർവോട് ചേരട്ടെ. നീയേ എൻ ജീവനും നിന്മാർവോട് ചേരട്ടെ. ഞാൻ അകന്നാലും യേശുനാഥ, ഇന്നേരം എന്നുമെന്നും ഞാൻ അകന്നാലും നീ അകലില്ല. ഞാനാകന്നാലും നീ, ഞാൻ മറന്നിട്ടും എന്റെ എല്ലാം നീയേ
നിന്മാർവോട് ചേരട്ടെ. യേശു എത്ര നല്ലൊരു യേശു. ആമേൻ. ആ യേശു ജീവനോടെ ഉണ്ട്. ആമേൻ. ഈ ആങ്ങളയുടെയും പെങ്ങളുടെയും സാക്ഷ്യം പോരെ, ഞങ്ങളുടെ സാക്ഷ്യം പോരെ. ആമേൻ. നിങ്ങൾ എത്ര തെറ്റിയവരായാലും, കർത്താവിനെ വിട്ട് ഓടിയവരായാലും, കർത്താവില്ലെന്ന് പറഞ്ഞവരായാലും, ഇന്ന് യേശുവെ എന്ന് വിളിച്ചൊന്ന് അടുത്ത് വന്നാൽ വിടുവിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാൻസറിന്റെ റിപ്പോർട്ടാണ്, നിങ്ങളെ പരീക്ഷ എഴുതി തോറ്റ ഒരു റിപ്പോർട്ടാണ്. പക്ഷെ ഈ വചനത്തിൽ ഉള്ള ഓരോ വാക്യങ്ങളും നിങ്ങളുടെ അനുകൂല റിപ്പോർട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കാം, ആ വന്ന പ്രശ്നവും നന്മയ്ക്കാം. ഇന്നിപ്പോൾ മദ്യപാനികൾ സൗഖ്യമാവും, രോഗങ്ങൾ സൗഖ്യവും. മാറ്റി ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ച് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ. In Jesus' name, Father, we pray for all those who are listening under this sound. In Jesus' name, I release healing and deliverance for each and every person in Jesus' name from any addiction of alcohol or any healing. In Jesus' name, Lord, they have come to the King of Kings and Lord of Lords, the great and mighty healer. In Jesus' name, you won't leave them empty-handed. I pray complete healing, complete deliverance, Jesus. unusual miracles in Jesus' name. Oh, Oh, hallelujah. Diraba. The continuation of the New Year message, superabundance we Amen. declare. Lord, you fill each one of them. Let them experience your fatherly love. In Jesus' name, we pray that your love will be above all the addictions, Lord. Your love will hold them, Lord, through all the difficulties and struggles, Lord Father. Deliver them from all struggles, Lord Father, and heal them completely. We release your blessing upon each and every person. In Jesus' name we pray. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ സന്ദേശം സൂപ്പർ അബണ്ടൻസ് ഇന്നലെ തങ്കുപതിലൂടെ കേട്ട ആ സന്ദേശം തുടരും. എനിക്ക് കർത്താവ് തന്ന സന്ദേശം ആ മാറിലണയും, അനേകരെ മാറിലണയ്ക്കും. അങ്ങനെ നമുക്കാകാം. ഈ വർഷം നമ്മളുടെ ഭൗതികവും ആത്മീയ അനുഗ്രഹത്തിന്റെ അബണ്ടൻസ് മാത്രമല്ല, ആത്മാക്കളുടെ ഒരു അബണ്ടൻസ്, വയലുകളുടെ ഒരു അബണ്ടൻസ്. നിങ്ങൾക്ക് കാനഡയിൽ ചെല്ലുമ്പോൾ അനേക ആത്മാക്കൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവിന്റെ ചിറകടിയിൽ വീണ്ടും കാണാം. ബ്ലസ് യു. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വർഷവും അണ്ടർ ദ വിങ്സ് ഏറ്റവും ബെസ്റ്റായിട്ട് പോട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്ത സൗദി അറേബ്യയിലെ ദൈവമക്കൾ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലിൻസി എബ്രഹാം ആൻഡ് ഫാമിലി പുറമറ്റം. ഗോഡ് ബ്ലസ് യു. നാളെ കാണാം. യേശു വരാൻ താമസിച്ചാൽ ഇന്ന് വേണേലും കർത്താവ് വരാം. അതിനായിട്ട് ഒരുങ്ങി നിൽക്കാം. ബ്ലസ് യു. വി ലവ്. ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ള തുടിച്ചുയരുന്നേ. എൻ ദൈവം